നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 50 കോടിയിലധികം ആളുകളെത്തി. എന്നിട്ട് പോലും ആർക്കും ഒരു തരത്തിലുമുള്ള രോഗങ്ങൾ പടർന്നു പിടിച്ചിട്ടില്ല. പകർച്ചവ്യാധികളില്ല, അസുഖങ്ങളില്ല. വൃത്തിയായി തന്നെ സൂക്ഷിക്കാൻ സാധിക്കുന്നു. അതിൻ്റെ പിന്നിലെ രഹസ്യം എന്ത് എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി വ്യക്തമാക്കുന്നത്. ജനുവരി 13-ാം തീയതി ആരംഭിച്ച മഹാകുംഭമേള ഒരു മാസം കടന്ന് പരിസമാപ്തിയിലേക്ക് അടുക്കുന്നു. 50 കോടിയിലധികം ഭക്തരാണ് ഇതിനോടകം തന്നെ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്തത്. മൗനി അമാവാസി പോലുള്ള ദിവസങ്ങളിൽ കോടിക്കണക്കിന് ഭക്തർ പ്രയാഗ്രാജിലെത്തി. കുംഭമേളയുടെ ഭാഗമായി പ്രയാഗ്രാജിൽ സ്നാനം ഇത്രയധികം ആളുകൾ ചെയ്തെങ്കിൽ പോലും യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ആർക്കും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് കേന്ദ്ര ശാസ്ത്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറയുന്നത്. ആണവ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെയാണ് ഈ നേട്ടം നാം സ്വന്തമാക്കിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കുംഭമേളയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചത് ഭാഗ്യമാണെന്നും അദ്ദേഹം ഇതോടൊപ്പം തന്നെ കുറിക്കുന്നു. പ്രശംസനീയമായ ഒരുക്കങ്ങളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. 50 കോടിയിലധികം ഭക്തർ കുംഭമേളയിൽ എത്തിയിട്ടും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാത്തതിൻ്റെ കാരണവും അതുതന്നെയാണ്. ഹൈബ്രിഡ് ഗ്രാനുലാർ സ്വീക്വൻസിംഗ് ബാച്ച് റിയാക്ടറുകൾ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള മലിനജല സംസ്കരണ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയത്. ആണവോർജ്ജ വകുപ്പിന് കീഴിലുള്ള മുംബൈയിലെ ഭഭ അറ്റോമിക് റിസർച്ച് സെന്റർ, കൽപ്പാക്കം ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച് എന്നിവ ചേർന്ന് തദ്ദേശീയമായി നിർമ്മിച്ച മലിനജല സംസ്കരണ പ്ലാന്റുകളാണ് കുംഭമേളയിൽ ജലശുദ്ധീകരണത്തിന് വേണ്ടി വിന്യസിച്ചത്. ഫെക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ എന്നറിയപ്പെടുന്ന ഈ മലിനജല സംസ്കരണ പ്ലാന്റിലെ സാങ്കേതിക വിദ്യ ഗവേഷണം ചെയ്ത് വികസിപ്പിച്ചത് ആണവോർജ്ജ വകുപ്പിലെ ഡോക്ടർ വെങ്കട് നഞ്ചരയ്യാണ്. ഈ പ്ലാന്റിൽ സൂക്ഷ്മാണുക്കളെ ഉപയോഗിച്ച് മലിനജലം ശുദ്ധീകരിക്കും. ഓരോ പ്ലാന്റിനും പ്രതിദിനം 500 കിലോ ലിറ്റർ സംസ്കരണ ശേഷിയുണ്ട്. താൽക്കാലിക ടോയ്ലറ്റുകളിൽ നിന്നും ഡ്രെയിനുകളിൽ നിന്നുമുള്ള മലിനജലം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഏകദേശം 11 സ്ഥിരം മലിനജല ശുദ്ധീകരണ പ്ലാന്റുകളും 3ഓളം താൽക്കാലിക പ്ലാന്റുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഗംഗാനദിയുടെ തീരത്ത് സ്ഥാപിച്ചിട്ടുള്ള പ്ലാന്റുകൾക്ക് പ്രതിദിനം 1.5 ലക്ഷം ലിറ്ററിലധികം മലിനജലത്തെ സംസ്കരിക്കാൻ കഴിയും. പരിസര ശുചിത്വം ഉറപ്പാക്കാൻ പ്രദേശത്തായി 1.5 ലക്ഷം ശൗചാലയങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ 200-ലധികം വാട്ടർ ഡിസ്പെൻസിംഗ് മെഷീനുകളാണ് സ്ഥാപിച്ചിരിക്കുന്നതായി മന്ത്രി പറയുന്നത്. പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടി അധിക സ്ഥലമോ അധിക അടിസ്ഥാന സൗകര്യമോ ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് ചിലവും വളരെ കുറവാണ്. നേരത്തെയൊക്കെ കുംഭമേള നടക്കുമ്പോൾ മലിനമായ സാഹചര്യങ്ങൾ മൂലം കോളറയും വയറിളക്കവും പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിച്ചിരുന്നു. എന്നാൽ ഇത്തവണ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഈ വർഷം ഉത്തർപ്രദേശ് സർക്കാർ ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പരമ്പരാഗത സംവിധാനങ്ങളുമായി തുലനം ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ഈ പ്ലാന്റിൻ്റെ നേട്ടം വളരെയധികം മുന്നോട്ട് കുതിക്കുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത്. 40 കോടി ഭക്തരെ പ്രതീക്ഷിച്ച സ്ഥാനത്താണ് ഇതുവരെ 50 കോടി ഭക്തർ കുംഭമേളയുടെ ഭാഗമായി എത്തിയതെന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഗംഗ, യമുന, സരസ്വതി സംഗമസ്ഥലമായ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യാനെത്തിയത്. ഈ മാസം 26 വരെയാണ് കുംഭമേള നടക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ആത്മീയ സംഗമമായി വിശേഷിപ്പിക്കപ്പെടുന്ന 45 ദിവസത്തെ മഹാകുംഭമേളയിൽ കോടിക്കണക്കിന് ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുന്നു. ജനസാഗരമാണ് പ്രതീക്ഷിക്കുന്നത്.